السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. وأن محمدا صلى الله عليه وسلم عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോക നിയന്താവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ ഭക്തന്മാരിൽ ഉൾപ്പെടണേ എന്ന ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി ജനമനസ്സുകളിൽ അതുമായുള്ള ആത്മബന്ധം സുദൃഢമാക്കുന്ന ഒരു പദ്ധതിക്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ കേവലം 2-2.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഖുർആൻ വൈജ്ഞാനിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് സൂറത്തുൻ നജ്ം ആരംഭിച്ചത്. ഏതാനും വചനങ്ങൾ 1 മുതൽ 4 വരെയുള്ള സൂക്തങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനുശേഷമുള്ള ഏതാനും വചനങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ പരീക്ഷ നടത്തുന്നത്, ഈ ക്ലാസ്സിനെയും അതേപോലെ ഈ അധ്യായത്തെ ആസ്പദമാക്കി അമാനി മൗലയുടെ തഫ്സീറിനെ മൊഡ്യൂൾ ചെയ്തിട്ടുള്ള പരിഭാഷയെയും ആസ്പദമാക്കിയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട വല്ല വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാന ഭാഗം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى. വന്നജ്മി ഇദാ ഹവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നജ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ അല്പാൽപമായി ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ് ഉദ്ദേശമെന്ന് ചില മുഫസ്സിറുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മുനജ്ജമാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം.
23 വർഷം എടുത്ത് ഗ്രാജുവലി ആയിട്ട് അവതരിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് വന്നജം. അങ്ങനെയാണെങ്കിൽ വന്നജമി ഇദാ ഹവ, ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ട. ഇദാ ഹവ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്, നസല എന്നൊക്കെ അർത്ഥം. അപ്പോ ആ അർത്ഥത്തിൽ പറയുമ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അതല്ലെങ്കിൽ യഥാർത്ഥ നക്ഷത്രത്തെ കുറിച്ച് തന്നെ. വന്നജമി ഇദാ ഹവ, നജ്മ് തന്നെയാണ് സത്യം. അത് ഗാബ, ഹവ എന്ന് പറയുമ്പോൾ അപ്രത്യക്ഷമാവുക എന്ന അർത്ഥത്തിൽ അവിടെ പറയാം. അല്ലെങ്കിൽ അതിങ്ങനെ താഴോട്ട് വരിക എന്നൊക്കെ അതിന് അർത്ഥം പറയാവുന്നതാണ്. മാ വല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരന് പിഴച്ചിട്ടില്ല. വമാ ഗവ, അദ്ദേഹത്തിന് മാർഗഭ്രംശം അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. വമാ യന്തിഖു അനിൽ ഹവ, ആ പ്രവാചകൻ ഹവയനുസരിച്ച്, നേരത്തെയും നമ്മൾ ഹവ എന്ന് പറഞ്ഞു, വന്നജ്മി ഇദാ ഹവ. അതേപോലെ ഇവിടെ ഹവ, ഇവിടെയും ഹവ. ഈ ഹവ എന്ന് പറയുന്നത് ഇസ്മാണ്. ഇസ്മായിട്ട് വരുമ്പോ ഇഷ്ടം അല്ലെങ്കിൽ അഭീഷ്ടം അല്ലെങ്കിൽ താല്പര്യം എന്നൊക്കെ അർത്ഥത്തിൽ പറയും. ഹവ എന്നത് ഫിഅലായിട്ട് വരുമ്പോഴാണ് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ താഴ്ന്നു വരിക അല്ലെങ്കിൽ വ്യതിചലിക്കുക, തെറ്റുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു അന്തർബന്ധം എന്ന് പറയുന്നത്, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിയാൽ പിന്നെ ദേഹേച്ഛക്കനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കും, ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒന്ന് ഫിഅല്, മറ്റൊന്ന് ഇസ്മ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവിടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇൻ ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നാണ് ഇൻ ഹുവ. ഇല്ലാ വഹ്യുൻ യൂഹ, ആ പ്രവാചകന് യൂഹ നൽകപ്പെടുന്ന, വഹി നൽകപ്പെടുക എന്നാണ് യൂഹ എന്ന് പറഞ്ഞാൽ. വഹി എന്ന് പറഞ്ഞാൽ ബോധനം. അപ്പോ നൽകപ്പെടുന്ന ബോധനമനുസരിച്ചല്ലാതെ ആ പ്രവാചകൻ സംസാരിക്കുകയില്ല എന്ന. ഇവിടെ ഹുവ എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചില മുഫസ്സിറുകൾ അവിടെ പറയുന്നത് വിശുദ്ധ ഖുർആൻ, ചിലർ പറയുന്നത് നബിയുടെ എല്ലാ വാക്കുകളും എന്നാണ്. എന്നാൽ പൊതുവെ നമ്മൾ പ്രബലമായി ഗണിക്കപ്പെടുന്ന വീക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിലുള്ളതെല്ലാം അതിന്റെ വ്യാഖ്യാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിശദീകരണം, ഹദീസുകൾ, ഇതാണ് ഇൻഹുവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന് ഇജ്തിഹാദ് ചെയ്ത് സംസാരിക്കാനുള്ള അവകാശമുണ്ടോ? ഫിഖ്ഹിൽ, ഉസൂലുൽ ഫിഖ്ഹിലൊക്കെ അടിസ്ഥാനപരമായ ഒരുപാട് ഫുഖഹാക്കൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ ഇൻഹുവയുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു. കാർഷിക രംഗത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, പരാഗണം നടത്താതിരിക്കുക ആണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ അത് ഉപേക്ഷിക്കുകയും അടുത്ത വർഷം വിളവ് കുറയുകയും ചെയ്തപ്പോൾ അവർ പരാതിയുമായി വന്നപ്പോൾ നബി പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ ദീൻ കാര്യങ്ങളിലാണ് എനിക്ക് പറയാനുള്ള അധികാരമുള്ളത്, ദുനിയവിയായ കാര്യങ്ങൾ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ വാക്കുകളും വഹയല്ല എന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറയാറുണ്ട്, അല്ലേ? അതൊക്കെ വഹിയാണോ? അത് വഹിയാണെന്ന് പറയാൻ കഴിയില്ല.
അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉനൈസ് എന്ന് വിളിക്കാറുണ്ട്. അനസ് എന്ന് പറഞ്ഞ ഉനൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞുട്ടി എന്നൊക്കെ പറയുന്ന ശൈലിയാണ്. കുഞ്ഞോനെ, കുഞ്ഞുട്ടി എന്നൊക്കെ പറയുന്ന പല നാടുകളിലുള്ള ഒരു സ്ലാങ് ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമാണത്. അനസുട്ടി എന്നർത്ഥം. ചിലപ്പോൾ നബി അദ്ദേഹത്തെ യാദൽ ഉദ്നൈൻ, രണ്ട് ചെവിയുള്ളവനെ എന്ന് പറയാറുണ്ട്. ചെവി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതൊരു തമാശയായിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ് യാദൽ ഉദ്നൈൻ. അതേപോലെ ഒരു സ്വഹാബി നബിയോട് യാത്ര പോകാൻ ഒട്ടകത്തെ ചോദിച്ചു വന്നപ്പോ നബി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിനക്ക് ഒരു ഒട്ടകം തരാനൊന്നും കഴിയില്ല, പക്ഷെ ഇനി ഹാമില് കാല വലതിന്നാക്ക, ഒരു കുട്ടിയെ തരാം, ഒട്ടകത്തിന്റെ കുട്ടിയെ തരാന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ചോദിക്കുക, നബിയെ എന്നെ നിങ്ങൾ കളിയാക്കുകയാണോ? ഞാൻ ചോദിച്ചത് എനിക്ക് പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ ഒരൊട്ടകത്തെ വേണമെന്നാ. കുട്ടിയെ കിട്ടിയിട്ട് അങ്ങനെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റും? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൂലദുന്നാഖത്തു ഇല്ലന്നാഖ, ഞാൻ തരുന്ന കുട്ടിയാണെങ്കിലും അതൊരു ഒട്ടകത്തിന്റെ കുട്ടിയാണ്, അല്ലേ? അപ്പൊ അത് പറയുമ്പോൾ കുട്ടി എന്ന് പറയുമ്പോഴും സംഭവം വലുതാണ്. പക്ഷെ എത്ര വലുതായാലും ആ കുട്ടിക്ക്, ആ ഒട്ടകത്തിന് അതിന്റെ അമ്മയുടെ കുട്ടിയാണ്, അമ്മക്കത് കുട്ടിയാണ്. ഇങ്ങനെ വളരെ രസകരമായ തമാശകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ ഇന്നക്ക ലാ തുദാഇബുന, നിങ്ങൾ ഭയങ്കര തമാശക്കാരനാണല്ലോ. അത് കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, അതെ ഞാൻ തമാശ പറയും, പക്ഷെ ഇന്നി ലാ അഖൂലു ഇല്ല ഹഖ, ഞാൻ എന്ത് തമാശ പറഞ്ഞാലും എൻ്റെ വായിൽ നിന്ന് സത്യം മാത്രമേ വരൂ, തമാശയ്ക്ക് പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ തമാശ പറയാം, പക്ഷെ സത്യമായിരിക്കണം. ചിരിപ്പിക്കാം, പക്ഷേ കളവ് പറഞ്ഞ് വൈലുല്ലഹു ലിമൻ യുഹദ്ദിസു ഫയുക്ദിബൂന, കളവ് പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന തമാശകളൊക്കെ വഹിയാണോ? ഒരിക്കലും അത് വഹിയാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയം പ്രവാചകൻ പറഞ്ഞ വചനങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ എഴുതി വെക്കും. അപ്പൊ ഖുറൈശികൾപ്പെട്ട ഇസ്ലാം സ്വീകരിച്ച പല ആളുകളും പറഞ്ഞു, റസൂലുള്ള ഒരു മനുഷ്യനല്ലേ, ആ പറയുന്ന സമയത്ത് ചിലപ്പം വൈകാരികമായിട്ട് പല രൂപത്തിലും സംസാരിച്ചേക്കാം. ഒരു ദേഷ്യം പിടിക്കുന്ന സമയത്ത് സംസാരിക്കും, അതേപോലെ സംതൃപ്തനായിരിക്കുന്ന ആത്മസംതൃപ്തിയുള്ള സമയത്ത് സംസാരിക്കും. രണ്ട് ശൈലിയിലായിരിക്കും. അപ്പൊ ഈ എഴുത്ത് നിർത്തി വെക്കണം. കാരണം അങ്ങനെ പറയുന്നതൊക്കെ എഴുതി വെക്കാൻ നിന്നാൽ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് വന്ന വല്ല അബദ്ധങ്ങളും താങ്കൾ രേഖപ്പെടുത്തിയത് രേഖയായി മാറുമെന്ന് പറഞ്ഞു നാം. അപ്പോൾ അദ്ദേഹം ആ എഴുത്ത് നിർത്തിവെച്ചു. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയോട് ഇങ്ങനെ പറഞ്ഞു, നബിയെ ഞാനെല്ലാം എഴുതിയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പരാതി വന്നതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉക്തുബ് ഫവല്ലദി നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്ഖുൻ, നിനക്ക് എഴുത്ത് തുടരാം. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, ഈ വായിൽ നിന്ന് സത്യമല്ലാതെ പുറത്തു വരികയില്ല എന്നാണ്. അപ്പൊ പ്രവാചകൻ പറയുന്നത് സത്യമായിരിക്കും, എല്ലാം സത്യമേ പറയൂ, പക്ഷെ എല്ലാം വഹിയാവണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ പല സമീപനങ്ങളെയും ശരിയല്ലാത്തതിനെ അള്ളാഹു വിമർശിച്ചിട്ടുണ്ട്. പ്രവാചകരിൽ നിന്ന് ശരി വരില്ല എന്നല്ല, മറിച്ച് കൂടുതൽ ശരിയായത് വരാൻ വേണ്ടി അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. എത്രയോ ചരിത്രങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ. സൂറത്തു അബസ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വന്നപ്പോൾ അബസ വത്തവല്ല, അബൂജഹൽ അടക്കമുള്ള പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഉപദേശം നൽകൂ എന്ന് പറഞ്ഞ് ഇബ്നു ഉമ്മി മക്തൂം കയറി വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിമിഷ്ടം കാണിച്ചു, അബസ, മുഖം ചുളിച്ചു, വത്തവല്ല, തല തിരിച്ചു, അൻജാഅഹുൽ അഅ്മ. അതിനെ വിമർശിച്ച് അള്ളാഹു ചോദിച്ചു, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, താങ്കൾ ഈ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ സംസ്കാര സമ്പന്നരാകുമെന്ന് താങ്കൾക്ക് എന്താണ് ഇത്ര ഉറപ്പുള്ളത്? അമ്മാമൻ ജാഅക യസ്ആ ഫഹുവ യഖ്ശ, എന്നാൽ ഈ കടന്നു വന്ന അന്ധൻ അള്ളാനെ പേടിക്കുന്നവനാണ്, നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശം തേടിയവനാണ്. അൻത അൻഹു തലഹ, അദ്ദേഹത്തെ താങ്കൾ അവഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ നബി ചെയ്ത ഈ പ്രവൃത്തി
സത്യത്തിൽ ഇത് ഉമ്മ മക്തും കാണുന്നില്ല. മുഖം ചൊളിച്ചു, അത് കാണാനുള്ള കാഴ്ച ശക്തി അദ്ദേഹത്തിനില്ല. തല തിരിച്ചത് കാണാൻ ശക്തിയില്ല, കഴിവില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു അതിനെ ഗുണദോഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രവർത്തനം അള്ളാഹുവിന്റെ വഹിയല്ലല്ലോ. അതേപോലെ ബദറിൽ പങ്കെടുത്ത ശത്രുക്കളിൽ നിന്ന് 70 പേരെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന ചർച്ച വന്നപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു അവരെ വധിച്ചു കളയണമെന്നാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചും കൂടെ ലോലഹൃദയനായതുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്, നമ്മുടെ പിതാക്കന്മാരാണ്, നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ ബന്ധപ്പെട്ടവരാണ്, അവരെ വധിക്കണ്ട, നമുക്ക് അവരിൽ നിന്ന് ഫിദിയ വാങ്ങിയിട്ട് ദണ്ഡം വാങ്ങി വിട്ടയക്കാം. ആ അഭിപ്രായമാണ് റസൂലുള്ളാഹിക്ക് കൂടുതൽ അഭികാമ്യമായി തോന്നിയത്. പലരെയും അക്ഷരജ്ഞാനം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു, അത് പ്രായശ്ചിത്തമായി സ്വീകരിച്ച് അവർ വിട്ടയച്ചിട്ടുണ്ട്. സമ്പത്ത് പണം വാങ്ങി വിട്ടയച്ചിട്ടുണ്ട്, പല രൂപത്തിൽ വിട്ടയച്ചു. പക്ഷെ ആരെയും വധിച്ചിട്ടില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, മകാന ലിനബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുത്ഖിന ഫിൽ അർദ് തുരീദുന അറള ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. ഒരു പ്രവാചകനും പാടില്ലാത്ത പണിയാണ് പ്രവാചകരെ താങ്കൾ ചെയ്തത്. മകാന ലിനബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ, ശക്തിയാർജിക്കുന്നത് വരെ, അഥവാ ഇപ്പറഞ്ഞ ബന്ധനസ്ഥരൊക്കെ നിങ്ങൾ മോചനമൂല്യം വാങ്ങി വിട്ടയച്ചാൽ അവർ പിന്നീട് ശക്തി പ്രാപിക്കും, നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകമായ ശക്തിയും ആർജവവും ഒക്കെ വരുന്നത് വരെ ബന്ധനസ്ഥരെ അങ്ങനെ വിട്ടയച്ചത് ശരിയായില്ല. തുരീദുന അറള ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഭൗതിക ലോകത്തെ തുച്ഛമായ സമ്പത്താണ്, അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പരലോകമോക്ഷമാണ്. ഈ ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഇരുന്ന് തേങ്ങിക്കരയുകയാണ്. യാദൃശ്ചികമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്താണ് കരയുന്നത്? എനിക്കും കൂടെ അതിൽ പങ്കെടുക്കാമല്ലോ, ഒന്ന് എന്നോട് പറയുന്നതാണ്. അപ്പൊ അവരോട് പറയാം, ഉമറെ, താങ്കൾ പറഞ്ഞതായിരുന്നു ശരി, പക്ഷെ ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു ചെയ്തു പോയി. പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ലല്ലോ ബന്ധനസ്ഥർ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ. അപ്പൊ ആ പറഞ്ഞത് വഹിയാണോ? വഹിയാണെങ്കിൽ അത് തെറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഇൻഹുവ, ഇജ്തിഹാദിയായ കാര്യങ്ങൾ ഗവേഷണം ചെയ്യാൻ പ്രവാചകനും അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഗവേഷണം ചെയ്ത് ഭൗതിക കാര്യങ്ങളിൽ അങ്ങനെ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം മാനിച്ചാണല്ലോ ബദറിൽ ആദ്യം ഇറങ്ങിയ താവളത്തെ മാറ്റുന്നത്. കാരണം അദ്ദേഹം ചോദിക്കാണ്, നബിയെ, ഇത് വഹയാണോ അതല്ല താങ്കളുടെ അഭിപ്രായമാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മാറാം, കുറച്ചുകൂടെ സ്ഥൈര്യവും ധൈര്യത്തോടെയും ജലസേചനവും ഒക്കെ സുലഭമായിട്ടുള്ള സ്ഥലം നമുക്കുണ്ട്, അങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം മാനിക്കുകയാണ്. വഹിയാണെങ്കിൽ ഒരിക്കലും മാനിക്കുകയില്ല. വഹിയല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ഇൻ ഹുവ എന്ന് പറഞ്ഞാൽ നബിയുടെ എല്ലാ സംസാരവും എന്ന വ്യാഖ്യാനം പ്രസക്തമല്ല, മറിച്ച് വഹിയായിട്ട് വരുന്ന വിശുദ്ധ ഖുർആൻ, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ആ ഇറക്കപ്പെട്ട പ്രവാചകന്റെ ഹദീസുകൾ, ആയത്തുകളുടെ വിശദീകരണമായ ഹദീസുകൾ. ഹദീസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നബിയുടെ ഓൺ വേർഡ്സ് ആയിരിക്കും, പക്ഷെ ആശയം വഹിയായിരിക്കും. ഖുർആനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുഴുവനും അള്ളാഹുവിൽ, ആശയവും വാക്യവും വചനവും എല്ലാം അള്ളാഹുവിൽ നിന്നായിരിക്കും. ആ ഒരു പ്രത്യേകതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇല്ല വഹയുൻ യൂഹ. ഇൻ എന്ന് പറഞ്ഞാൽ ലിന്നാഫിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർത്തിയായിട്ട് പറയും, ആണെങ്കിൽ എന്നർത്ഥത്തിൽ. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്നർത്ഥമല്ല, മ എന്നർത്ഥത്തിലാണ്. ഇൻ ഹുവ, ആ ഖുർആൻ അല്ല, ഇല്ലാ വഹയുൻ യൂഹ, വഹയല്ലാതെ എന്നാണ്. അദ്ദേഹത്തിന് ബോധനം നൽകപ്പെടുന്ന വഹയല്ലാതെ അല്ല എന്നാണ്. ഇനി അല്ലമഹു ശദീദുൽ ഖുവ, അവിടെയാണ് നമ്മൾ വെച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അല്ലമഹു, ആ ദൂതനെ, പ്രവാചകനെ, നേരത്തെ പറഞ്ഞ ലല്ല സ്വാഹിബുക്കും, സ്വാഹിബ് എന്ന് പറഞ്ഞല്ലോ, ആ സ്വാഹിബിനെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലമ, മുഅല്ലിം, അധ്യാപകൻ എന്ന് പറയും, പഠിപ്പിക്കുന്ന ആൾ.
ആരാണ് പ്രവാചകന്റെ ഗുരുനാഥൻ? ഇത് പഠിപ്പിച്ച ആൾ ആരാണ്? ഷദീദുൽ ഖുവാണ്, ശക്തനായ. ഖുവ എന്ന് പറഞ്ഞാൽ കഴിവുള്ള. ഖുവ്വത്തുൻ ജം ആണ് ഖുവ. ഖുവ്വത്ത് പറഞ്ഞാൽ ശക്തി, എനർജി, പവർ എന്നൊക്കെ പറയാം. ഖുവ എന്ന് പറയുമ്പോൾ ശക്തികൾ. ശക്തികൾ എന്നത് അവിടെ അങ്ങനെ നൗണിന് ഒരു പ്ലൂറൽ പറയില്ല, പക്ഷെ അതിന്റെ ആ ബാഹുല്യത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ. ഷദീദുൽ ഖുവ, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങേയറ്റത്തെ ശക്തിയുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ ഭൂമിയൊക്കെ വൽ മുഅത്തഫിഖാത്തു ബിൽ ഖാത്തിഅ, സദൂം ഗോത്രത്തെ ആ പ്രദേശം തന്റെ ചിറക് കൊണ്ട് മറിച്ചിട്ടു എന്ന് പറയുന്നത്. അത്രയും വലിയ ശക്തിയായിരുന്നു. അങ്ങനെ ശക്തിയുള്ള കഴിവുള്ള ഒരു മലക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത് പഠിപ്പിച്ചത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇൻഹാദ ഇല്ല അസാതീറുൻ ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വ അസ്വില എന്നാണ് പ്രവാചകന്റെ പ്രതിയോഗികൾ ഈ വഹീനെ കുറിച്ച് വിലയിരുത്തിയത്. അസാതീറുൽ അവ്വലീന ഇക്തതബഹ, പൂർവീകരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ എന്തൊക്കെയോ കിംവദന്തികൾ, മിത്തുകൾ, കെട്ടുകഥകൾ. ഫഹിയ തുംല അലൈഹി ബുക്റതൻ വ അസ്വില, അതാ വന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്, പാരായണം ചെയ്തു കൊടുക്കുകയാണ്. അതിങ്ങനെ കോപ്പി അടിക്കുകയാണ്, ആവർത്തിക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് എന്ന പ്രചരണത്തെ ഗണ്ണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ല, അങ്ങേയറ്റത്തെ സൃഷ്ടികൾ ഏറ്റവും വലിയ ശക്തിമാനായ ദൂ മിർറത്തിൻ ഫസ്തവ. ദൂ മിർറ, നേരത്തെ പറഞ്ഞതിനെ വീണ്ടും ബലപ്പെടുത്തുകയാണ്. മിറത്ത്, അമറ എന്ന് പറഞ്ഞാല് ശക്തി, ബലം, ഭൗതികമായ ശക്തി, അതേപോലെ തന്നെ ആത്മീയ ശക്തി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ശുദ്ധ പ്രകൃതമുള്ള ദൂമിറ ഫസ്തവ. അങ്ങനെ അദ്ദേഹം ശരിക്ക് നിലകൊണ്ടു എന്നാണ്. ഇസ്തവ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, ശരിയായി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഈ ശരിപ്പെടുത്തി അല്ലെങ്കിൽ ശരിയായി നിലകൊണ്ടു ആ ആർജവത്തോടെ, ശക്തിയോടെ എന്ന് പറഞ്ഞത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. വഹി ആദ്യമായി കിട്ടുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരു റബീഉൽ അവ്വലോട് കൂടി നുബുവത്ത് കിട്ടുന്ന 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. അതിന്റെ ഏകദേശം ഒരു 3 വർഷം മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരിക്കാറുണ്ട്, ധ്യാനമിരിക്കാറുണ്ട്, വാനലോകത്തേക്ക് നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് അവസാനമായപ്പോ അതിങ്ങനെ കൂടി കൂടി വന്നു. പിന്നീട് ഏകദേശം നുബുവത്ത് കിട്ടുന്നതിന്റെ ഒരു 5-6 മാസം മുമ്പ് റബീഉൽ അവ്വൽ മുതൽ അത് സ്ഥിരമായി വന്നു എന്നുള്ളതാണ്. പിന്നീട് റമദാൻ ആയപ്പോ, റമദാനിലെ അവസാനത്തെ 10-ലാണല്ലോ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ, ആദ്യത്തെ 5 സൂക്തങ്ങൾ അവതരിക്കുന്നത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളത്. അപ്പൊ ആ സന്ദർഭം അവതരണത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാനലോകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, അതാണ് വഹുവ ബിൽ ഉഫുഖിൽ അഅല. ആ സമയത്ത് വഹുവ ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ ഉഫ്ഖിൽ അഅല, ഉന്നതമായ നഭോമണ്ഡലം, ചക്രവാളത്തിലായിരുന്നു. അല്ല അഅല, അത്യുന്നതമായ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മുകളിലേക്ക് ഇങ്ങനെ ചക്രവാളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. വഹുവ അക്സറു മിമ്മാ യർഫഉ റഅസഹു ഇല സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സമയവും പ്രവാചകൻ വാനലോകത്തെ നിരീക്ഷിക്കാൻ വേണ്ടി തല ഉയർത്തിയിരിക്കാറുണ്ട്. അപ്പൊ ഹിറാ ഗുഹയിൽ പോയിട്ടും നബി ഇങ്ങനെ തല ഉയർത്തിയിരിക്കുമ്പോഴാണ് ചക്രവാളത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെട്ടത്. ഇത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രത്യക്ഷപ്പെട്ടത് രണ്ട് രൂപത്തിൽ അതിന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഈ സന്ദർഭത്തിലാണെന്ന് പറയുന്നുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യ് കിട്ടി, ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം നേരിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങി വന്നത്. ഈ കണ്ട രൂപം, ആദ്യം കണ്ട ഉഫുക്കിൽ കണ്ട രൂപമാണ് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ രൂപം. രണ്ട് രൂപത്തിലാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത്. സൂറത്തു തക്വീറിൽ ബിൽ ഉഫുക്കിൽ മുബീൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അവിടെ റസൂൽ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. തീർച്ചയായും ഈ ഖുർആൻ മാന്യനായൊരു ദൂതന്റെ വാക്കാണ്. ഇത് അള്ളാഹുവിന്റെ വാക്കാണെന്നുള്ളതിന് എതിരൊന്നുമല്ല. വൈരുദ്ധ്യമായിട്ടൊക്കെ പലരും അവതരിപ്പിക്കാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, അതാണ് ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എന്ന് പിന്നീട് പറയുന്നത്. അള്ളാഹു അലൈഹി സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് അതിലൂടെ വഹയ്യായിട്ട് കൊടുത്തു. അപ്പൊ ഓതി കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ അർത്ഥത്തിലാണ് ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞത്. ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തിയെ പറ്റിയാണ് പറയുന്നത്. ദീ ഖുവ്വ ഇൻദദിൽ അർശി മക്കീൻ. അർശിൽ, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ അതീവമായ സ്വാധീനമുള്ള, സ്ഥാനമുള്ള ഒരു മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മുതാഇൻ തമ്മ അമീൻ, വിശ്വസ്തനാണ്. അതാണ് റൂഹുൽ അമീൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നസല ബിഹി റൂഹുൽ അമീൻ. ഈ ഖുർആൻ ഇറക്കിയത് റൂഹുൽ അമീൻ ആണ്. അലാ ഖൽബിക, എവിടേക്കാ ഇറക്കിയത്? നബിയെ താങ്കളുടെ ഹൃദയത്തിലേക്ക്, അല്ലേ? ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ ശത്രുവായി കണ്ടിരുന്ന ജൂതന്മാരെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ മൻ കാന അദുവ്വൻ ജിബ്രീൽ. ജിബ്രീലാണ് ഇത് മുഹമ്മദ് നബിക്ക് കൊടുത്തത്, മുഹമ്മദിന് കൊടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അള്ളാഹ് പറഞ്ഞു ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, നിങ്ങൾ അംഗീകരിക്കണ്ട, ഇത് മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക് നാം ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ഉപകാരപ്പെടുക ആർക്കാണ്? ഫഇന്നഹാദിഹി തദ്കിറ ലിമൻ കാന ലഹു ഖൽബുൻ. ഇത് ഉത്ബോധനമായി മനുഷ്യന് ബോധ്യപ്പെടുക, ഉൾക്കൊള്ളാൻ സാധിക്കുക ഹൃദയം കൊണ്ട് ഇതിനെ ആവാഹിച്ചെടുക്കുന്നവർക്കാണ്. ഓപ്പൺ മൈൻഡ് കൊണ്ട്, മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അലക്ഷ്യമായി എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നല്ല വിശുദ്ധ ഖുർആൻ സമീപിക്കേണ്ടത്. ഇതെനിക്ക് വേണ്ടി നബിയുടെ ഹൃദയത്തിലേക്കാണ് ഇത് ഇറക്കിയത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട്, അതാണ് അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജിലാഅ ഹുസ്നി വദഹാബ ഹമ്മി വഗമ്മി. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. നബി, പടച്ചവനെ ഈ ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണം, എൻ്റെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമാക്കി തരണം, എൻ്റെ ഹൃദയത്തിന്റെ വനൂറ സ്വദ്രി, എൻ്റെ നെഞ്ചിന്റെ പ്രകാശമാക്കി തരണം. ഇതൊക്കെ ആ രൂപത്തിൽ അനുഭവപ്പെടണമെങ്കിൽ അള്ളാഹു ഹൃദയത്തിലേക്ക് ഇറക്കിയ ഖുർആൻ നമുക്ക് ഹൃദയം കൊണ്ട് പഠിക്കാനും വായിക്കുവാനും സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പൊ അവിടെ അതാണ് ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ മുത്താഇൻ തമ്മ അമീൻ. അനുസരണയുള്ള, അള്ളാഹു എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ. വമാ സാഹിബുക്കും ബിമജ്നൂൻ. ഈ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്ത വചനങ്ങൾ ഓതുമ്പോ ഇതെന്തോ ഒരു പൈശാചികമാണ്, ഭ്രാന്താണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടുകാരനാണ്. നിങ്ങൾക്കിടയിൽ 40 വർഷം നിങ്ങളിൽ ഒരാളായി ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നില്ലാത്തൊരു ഭ്രാന്ത് എങ്ങനെയാ പെട്ടെന്ന് വന്നത്? വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അവിടെയാണ് നമ്മുടെ വിഷയം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ബിൽ ഉഫുഖി, ചക്രവാളത്തിൽ കണ്ടു. അൽ മുബീൻ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സ്പഷ്ടമായ, ബയ്യനായ, വ്യക്തമായ രൂപത്തിൽ. അത് 2 പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് ഇത് പറയാം. ഒന്ന് ഹിറാ ഗുഹയിൽ ഇന്ന് ചക്രവാളത്തിലേക്ക് നോക്കിയപ്പോഴാണ് എന്ന് ആണ് പറയുന്നത്. മറ്റൊന്ന് സിദ്റത്തുൽ മുൻതഹയിൽ, ഇൻഷാ അല്ലാഹ് പിന്നീട് ഭാഗം വരുന്നുണ്ട്. അത് ആ സമയത്താണെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഈ കണ്ടത് ഇപ്പറഞ്ഞ സന്ദർഭത്തിലാണോ അതല്ല
ജിബ്രീൽ അലൈഹിസ്സലാം വഹയി ഇറക്കിയതിന് ശേഷം അതിനുശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് അണച്ചു പിടിച്ചത്. ഫളമ്മഹുന അണച്ചു പിടിച്ചു. ആ അണച്ചു പിടിച്ചത് പിന്നെ ശേഷം പിന്നീട് നബിക്ക് ഫത്രത്തുൽ വഹി എന്ന് പറയുന്ന ഒരു കാലയളവുണ്ട്. വഹി നിലച്ചു പോയിട്ടുണ്ട്. അത് 6 മാസമാണെന്നും 3 വർഷമാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും ആ സന്ദർഭത്തിൽ പ്രവാചകൻ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. തനിക്ക് കിട്ടിയ ഈ പ്രകാശം, ഈ സാന്ത്വനത്തിന്റെ വചനങ്ങൾ അത് നിലച്ചു പോകുമോ എന്ന ഭയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നീട് എൻ്റെ അടുക്കലേക്ക് ഇതൊക്കെ നിലച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് കണ്ട അല്ലെങ്കിൽ ഹിറാ ഗുഹയിലേക്ക് വന്ന ആ ജിബ്രീൽ എൻ്റെ അടുക്കലേക്ക് വീണ്ടും വരുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ അടുക്കലേക്ക് തൊട്ടടുക്കലേക്ക് വന്നു, വീണ്ടും എൻ്റെ തൊട്ടടുത്ത് വന്നു. അങ്ങനെ എന്നോട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിർ, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ എന്ന ആ സൂറത്തുൽ മുദ്ദസിർ, സൂറത്തുൽ അലഖ് ഇറങ്ങിയിട്ട് അലഖിലെ 5 വചനങ്ങൾക്ക് ശേഷം പിന്നീട് ആദ്യമായി ഇറങ്ങിയത് സൂറത്ത് മുദ്ദസിർ ആണെന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ അതനുസരിച്ച് പിന്നീട് വന്നപ്പോഴാണ് ഈ അവസ്ഥയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടത് എന്നുള്ള വ്യാഖ്യാനവുമുണ്ട്. ഏതായാലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. റഫ്രഫൻ അഖ്ലർന, പച്ച ചിറകുകളുള്ള 600 ചിറകൾ, 600 ജനാഹ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് 600 ചിറകുകളുണ്ട് എന്നാണ്. ഈ 600 ചിറകുകളുള്ള സന്ദർഭത്തിലാണ് ഉഫ്ഖുൽ മുബീൻ, ചക്രവാളത്തിൽ കണ്ടു എന്ന് പറയുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചക്രവാളത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചിറകുകൾ അങ്ങനെ വിവർത്തി നിൽക്കുമ്പോൾ പിന്നെ പ്രപഞ്ചത്തിൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നാ. ആകാശം മൊത്തം മറഞ്ഞുപോയി എന്നാ. മാഷാ അല്ലാഹ്, അത്രയും ആകാശത്തിന്റെ വലുപ്പം എത്രയാണ്! ഇന്ന് നമുക്ക് ലോകത്ര പുരോഗമിച്ചിട്ടും ഒരാൾക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ആകാശത്തെ മറച്ചു വെക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറകിന് ശക്തിയുണ്ടെങ്കിൽ, അതിനുള്ള വലുപ്പമുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ശക്തി? അതാണ് വഹുവ ബിൽ ഉഫുഖിൽ അഅല. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നതൊക്കെ മനുഷ്യരൂപത്തിലാണ്. അറാബിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഇസ്ലാം കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, ഈമാൻ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ. അതേപോലെ തന്നെ ദിഹിയത്തുൽ കൽബി, ഏറ്റവും കൂടുതൽ വന്നത് ദിഹിയത്തുൽ കലബി, ദിഹിയത്ത് ബിനു ഖലീഫ അൽ കലബി എന്ന സഹാബിയുടെ രൂപത്തിലാണ്. ജമീലും ജിദ്ദൻ എന്ന അദ്ദേഹത്തെ ചരിത്രം പറയുന്നത്. അതീവ സുന്ദരനായിരുന്നു ദിഹിയത്തുൽ കൽബി. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്ന് സംസാരിച്ചതിനിടയിൽ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു പോയിട്ടുണ്ട്, വഹയി കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ പോയതിന് ശേഷം നബി ചോദിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട്, ആരാണ് ഈ വന്നത് എന്ന് നിനക്കറിയുമോ? അവർ ഉമ്മു സലമ പറഞ്ഞു റളിയല്ലാഹു അൻഹ, അത് ദിഹിയല്ലേ നബിയെ. നബി ഒന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. പിന്നീട് പ്രവാചകൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നീട് ഒരിക്കൽ നബി ഖുതുബ പറയുമ്പോഴാണ് എൻ്റെ അടുക്കൽ ഇങ്ങനെ ദിഹിയയുടെ രൂപത്തിൽ ജിബ്രീൽ വന്നിരുന്നു എന്ന് പറയുന്നത് വരേക്കും എൻ്റെ ധാരണ അത് ദിഹിയ തന്നെയായിരുന്നു എന്നാണ്. അപ്പൊ മനുഷ്യരുടെ രൂപത്തിൽ, അതിൽ ഏറ്റവും സുന്ദരനായ ദിഹിയ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. എന്നാൽ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നത് 2 തവണയാണ്. അങ്ങനെ വന്നു. സുമ്മ ദനാ ഫതദല്ല. പിന്നീട് എന്താ സംഭവിച്ചത്? ദന, ജിബ്രീൽ അലൈഹിസ്സലാം നബിയിലേക്ക് അടുത്തു എന്നാണ്. ദന ഫതദല്ല. തദല്ല എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള അടുക്കലാണ്. ആ അടുപ്പം ഒന്നുകൂടി അടുത്തു. ആ അടുക്കൽ എങ്ങനെയാണ്? അതാണ് ഒരു വ്യാഖ്യാന പ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാം ഹിറാ ഗുഹയിൽ വെച്ച് അണച്ചു പിടിച്ചത്. അതല്ലെങ്കിൽ ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ചതിന് ശേഷം പിന്നീട് വഹി നിലച്ചു പോയ സംഭവമാണ്. അതാണ് ഫത്രത്തുൽ വഹി എന്ന് പറയുന്നത്. ഫത്രത്തുൽ വഹി എന്ന് പറഞ്ഞാൽ പിന്നീട് വഹി കിട്ടാതെ പോയപ്പോൾ പ്രവാചകൻ ഒരുപാട് പ്രയാസപ്പെട്ട സന്ദർഭമാണത്. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് അണച്ചു പിടിച്ചിട്ടുണ്ട്. അതാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയവനെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കൂ, ജനങ്ങളെ താക്കീത് ചെയ്യൂ, വറബ്ബക ഫകബ്ബിർ,
റബ്ബിനെ പ്രകീർത്തിക്കൂ, വസിയാബക ഫതഹിർ, ശുദ്ധ വസ്ത്രം ധരിക്കൂ, വറുജ്സ ഫഹ്ജുർ, പാപങ്ങൾ വെടിയൂ, വലാ തംനുൻ തസ്തക്തിർ, ചെയ്തത് ഇങ്ങനെ എടുത്തു പറയരുത്. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകന് കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ കണ്ടത് എന്നുള്ള വ്യാഖ്യാനവും നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് സുമ്മ ദനാ ഫതദല്ല. അപ്പൊ ഇങ്ങനെ അടച്ചു പിടിച്ചത് ഒന്നുകിൽ ഹിറാ ഗുഹയിലാകാം, അല്ലെങ്കിൽ ഈ ഫത്രത്തിൽ വഹീന് ശേഷം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നതും ആകാം. ഫക്കാന ഖാബ ഖൗസൈനി ഔ അദ്നാ. എന്നാൽ എങ്ങനെയാണ് ഈ അടുപ്പം ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അതിനുള്ള ചില ഉപമകൾ പറഞ്ഞു തരികയാണ്. ഫക്കാന ഖാബ, ഖാബ എന്ന് പറഞ്ഞാൽ ഖാദ എന്നാണ്, മിഖ്ദാർ എന്നർത്ഥം. മിഖ്ദാർ തോതായിട്ട്. എന്തിന്റെ തോതില്? ഖൗസൈൻ, ഖൗസൈനിന്റെ രണ്ട് വില്ലുകള്, അമ്പിലുള്ള വില്ലുകൾ ഉണ്ടല്ലോ, ഖൗസ്. ആ രണ്ട് വില്ലുകൾ എങ്ങനെ അടുത്ത് വെച്ചിരിക്കുമോ അതേപോലെ അടുത്തു എന്നാ. അറബികളുടെ ഒരു ശൈലിയാണ്, ഒരു ശീലമാണ്. അവർക്കിടയിലുള്ള ഒരു പിന്നെ പ്രവർത്തനമാണ് അമ്പും വില്ലും അടുത്ത്. അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ രണ്ട് അമ്പുകൾ അടുത്ത് വെച്ചിട്ട് അത് അമ്പ് എയ്യുന്ന, എങ്കിൽ അത് നന്മയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരതിൽ ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. ഹദീസുകളിലൊക്കെ ഈ ഉദാഹരണങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നത് കൊണ്ടാണ്. നബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഖാബ ഖൗസു അഹദിക്കും മിനൽ ജന്ന മൗദിഉ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ആ രണ്ട് അമ്പുകൾ, അല്ലെങ്കിൽ ഒരു അമ്പ് വെക്കാൻ, ഒരു അമ്പ് നേർത്ത ഒരു കൊമ്പാണല്ലോ, അത് വെക്കാനുള്ള സ്ഥലമെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാളും ഖൈറാണെന്നാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ മൗദിഉ സൗത്ത്, ചാട്ടവാറ് വെക്കുന്ന സ്ഥലം, അത്രയും ചെറിയൊരു സ്പേസ് സ്വർഗത്തിൽ നേടിയെടുക്കാനെങ്കിലും നമ്മുടെ ഓരോ പണിയും, ഓരോ പ്രവർത്തനത്തിന്റെയും, ഓരോ കർമ്മത്തിന്റെയും പിന്നിൽ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടാകണം, ഭൗതികമായ താല്പര്യങ്ങൾക്കുപരി. അവിടൊക്കെ ഈ കൗസ്, അമ്പ് വരാനുള്ള കാരണം അറബികളിൽ ഇതൊരു ശീലമാക്കി കൊണ്ടു നടക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അവർക്ക് അടുത്ത് നിൽക്കുന്നത് അവർക്കറിയാം. അതുകൊണ്ടാണ് ഫക്കാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിന്റെ തോതിൽ അടുത്തു, ഔ അദ്നാ, അതല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തു. അതിനേക്കാൾ അടുത്തു, അതാണ് നേരത്തെ പറഞ്ഞ ധന. ആ ധനയുടെ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ പ്രയോഗമാണ് അദ്ന, ഏറ്റവും കൂടുതൽ അടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഔഹ, എന്നിട്ട് വഹി നൽകി, ഇലാ അബ്ദിഹി, ആ അടിമയിലേക്ക്, അള്ളാഹുവിന്റെ അടിമയിലേക്ക്. ഇവിടെ ഫഔഹ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം, അതാണ് ഫസീല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ ചക്രവാളത്തിൽ ജിബ്രീലിനെ കണ്ടു, പിന്നീട് ജിബ്രീൽ ഇറങ്ങി വന്നു, എന്നിട്ട് അണച്ചു പിടിച്ചു, അമ്പും വില്ലും അടുത്തതിനേക്കാൾ അടുത്തു. എന്നിട്ട് അതാണ് ഔഹ, വഹി നൽകി, ബോധനം നൽകി. ആരാണ് ഈ ബോധനം നൽകിയത്? ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത്, ഒന്നുകിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഔഹ ഇലാ അബ്ദിഹി, അവിടെ ഹി എന്ന് പറയുമ്പോൾ അബ്ദിലേക്ക് ചേർക്കാണ്. അദ്ദേഹത്തിന്റെ അടിമ, അദ്ദേഹത്തിന്റെ അല്ല, അള്ളാഹുവിന്റെ അടിമ. അദ്ദേഹത്തിന്റെ, ജിബ്രീലിന്റെ അടിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അബ്ദിഹി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ, അവന്റെ അടിമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹയി കൊടുത്തു എന്നാണ്. അല്ലെങ്കിലോ ഫഔഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു വഹയി കൊടുത്തു. രണ്ടും പറയാം, കാരണം ആത്യന്തികമായി ഇത് സോഴ്സ് അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്താലും അള്ളാഹു കൊടുത്ത വഹയി തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് സ്വന്തമായിട്ട് ഒന്നും അതിൽ ചേർക്കാൻ കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ കാര്യമാണ്. ഇനി അള്ളാഹു കൊടുത്തു പറഞ്ഞാലും ശരിയാണ്. ഫഔഹ, അപ്പോ അള്ളാഹു കൊടുത്തു, ഇലാ അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമക്ക്, മാ ഔഹ, നൽകാനുള്ള എല്ലാ വഹയും കൊടുത്തു. ഫഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, എന്തൊക്കെ വഹയുണ്ടോ എല്ലാം കൊടുത്തു, കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തു എന്നാണ്. ആ കൊടുക്കാനുള്ള വഹി എന്തൊക്കെയാണ്?
അത് ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് അതിന്റെ ഭാഗങ്ങൾ വരും. അതായത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെല്ലാം കൊടുത്തു, അത് കൊടുക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നീട് അത് നേരത്തെ പറഞ്ഞ പോലെ മുനജ്ജമായിട്ടാണ് ഓരോ സാഹചര്യങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുക, വചനങ്ങൾ ഇറങ്ങുക. അത് ആദ്യമായിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അല്പാൽപമായിട്ട് കൊടുത്തു എന്നാണ്. എന്നാൽ ഈ നൽകപ്പെട്ട വഹയിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് പൈശാചികമാണ്, ഭ്രാന്തൻ വാക്കുകളാണ്, കവിയുടെ വചനങ്ങളാണ്, ജ്യോത്സ്യന്റെ പ്രവചനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പരിഹസിക്കുന്നത്. അവിടെ അള്ളാഹു അതിനെ ഗണ്ണിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? മാ കദബൽ ഫുആദു മാ റഅ. മാ കദബൽ ഫുആദു, ഹൃദയം, അദ്ദേഹത്തിന്റെ ഹൃദയം, ഫുആദ്, അൽ ഫുആദ് പറഞ്ഞ ഫുആദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, ആ ഹൃദയത്തിന് അത് കളവാക്കാൻ പറ്റിയിട്ടില്ല. മാ റഅ, കാരണം അദ്ദേഹം കണ്ടതാണ്. ഒരു വിഷയത്തെ നമ്മൾ കാണുകയും ഇത് കാണാത്ത ആള് അത് ഇല്ല എന്ന് പറയുകയും ചെയ്താൽ ആരുടെ വാക്കാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? അമേരിക്ക പോകാത്ത ഒരാൾ അമേരിക്ക ഇല്ല എന്ന് പറയാം, നമ്മൾ അമേരിക്ക പോയിട്ട് അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ഥലം, പിന്നെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യം ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ഒരു കാര്യത്തെ കാണാത്ത ഒരാള് നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ മൗഢ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷാൽ രൂപത്തിൽ 2 തവണ കണ്ടു. ഈ ആയത്തിറങ്ങുമ്പോൾ ഒരു തവണയാണ്, പിന്നീട് അതിന് ശേഷമുള്ളതാണ് മിഅ്റാജ് ഒക്കെ വരുന്നത്. അവിടെ വെച്ചിട്ടാണ് രണ്ടാമത് കാണുന്നത്. ഏതായാലും യഥാർത്ഥത്തിൽ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, സ്പഷ്ടമായിട്ട് തന്നെ സാക്ഷാൽ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അങ്ങനെ നേർക്ക് വന്നു, എന്നിട്ട് ഓതിക്കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ഹൃദയങ്ങൾ ആവാഹിച്ചെടുത്തു. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. അത് വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദിസ്ഥമാക്കി. അങ്ങനെ ബോധ്യപ്പെട്ടൊരു കാര്യത്തെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാനാണ്? അഫതുമാറൂനഹു അലാ മാ യറ, അദ്ദേഹം കണ്ടത വിഷയത്തിൽ, അലാ മാ യറ, അദ്ദേഹം കണ്ട വിഷയത്തെ നിങ്ങൾ അദ്ദേഹവുമായിട്ട് തർക്കത്തിന്, തുമാറൂനഹു, സംശയത്തിന്റെ രൂപത്തിലുള്ള തർക്കങ്ങൾക്കാണ് തുമാറൂനഹു എന്ന് പറയുന്നത്. അഫതുമാറൂനഹു, മിറിയത്ത് നമ്മൾ പറയാറുണ്ടല്ലേ, മിറിയത്ത് സംശയം, തമാറ എന്ന് പറയുന്നതാണ്. അഫതുമാറൂനഹു, അദ്ദേഹവുമായിട്ട് നിങ്ങൾ തർക്കത്തിന് പോവുകയാണോ സംശയത്തിന്റെ പേരിൽ? അലാമായറ, അദ്ദേഹം കണ്ട വിഷയത്തെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ കണ്ട് ബോധ്യപ്പെട്ട് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ വഹയിന്റെ വചനങ്ങളെ നിഷേധിക്കാൻ കാണാത്ത, ബോധ്യപ്പെടാത്ത, വിശ്വാസമില്ലാത്ത നിങ്ങൾക്ക് എന്തധികാരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. പിന്നീട് പ്രവാചകൻ കണ്ട മിഅ്റാജിന്റെ രാവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതിയിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى
أفتمارونه على ما يرى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.